കേരളത്തിൽ ശക്തമായ മഴ പെയ്യുന്ന ഒരു സാഹചര്യമാണ്. അതീവ ജാഗ്രതാ നിർദ്ദേശം പല ജില്ലകളിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ 19 ഡാമുകൾ തുറന്നുവിട്ടിരിക്കുന്നു. കേരളത്തിൽ പലയിടത്തും പ്രളയസമാനമായ ഒരു ഭീഷണി കൂടി നിലനിൽക്കുന്നുവെന്ന് സാരം. ബംഗാൾ ഉൾക്കടലിൽ പുതിയൊരു ന്യൂനമർദ്ദം വന്നത് തന്നെയാണ് 2 ദിവസത്തിനുള്ളിൽ കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കാനുണ്ടായ പ്രധാനപ്പെട്ട കാരണമെന്നും ഗവേഷകർ വിലയിരുത്തുന്നു. കേരളത്തിൽ അടുത്ത 5 ദിവസം ശക്തമായ മഴ ഇങ്ങനെ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. വടക്കൻ ബംഗാൾ ഉൾക്കടലിന്റെ മധ്യഭാഗത്തായിട്ടാണ് ഈ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെട്ടത്. അടുത്ത 2 ദിവസത്തിനുള്ളിൽ ഈ ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ച് വടക്ക് പടിഞ്ഞാറ് ദിശയിലേക്ക് സഞ്ചരിച്ച് ഒഡീഷ തീരത്തേക്ക് എത്താൻ സാധ്യതയുണ്ടെന്നാണ് അധികൃതർ പറയുന്നത്. വടക്ക് കിഴക്കൻ അറബിക്കടലിൽ ഒരു ചക്രവാത ചുഴിയും സ്ഥിതി ചെയ്യുന്നുണ്ട്. വടക്കൻ കേരള തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെ ന്യൂനമർദ്ദപാതയും സ്ഥിതി ചെയ്യുന്നു. അതോടൊപ്പം കേരള തീരത്ത് വടക്കു പടിഞ്ഞാറൻ കാറ്റ് ശക്തമായി തന്നെ തുടരുന്നുവെന്നാണ് പറയുന്നത്. ഇതിന്റെ സ്വാധീന ഫലമായി കേരളത്തിൽ അടുത്ത 5 ദിവസം വ്യാപകമായി ഇടിമിന്നൽ, കാറ്റ് എന്നിവയോടുള്ള ഇടത്തരം മഴയും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുമുള്ള സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിക്കുന്നത്. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇന്നും നാളെയുമായി 18-ാം തീയതിയും 19-ാം തീയതിയുമായി അതിശക്തമായ മഴയ്ക്കും ഇനിയുള്ള 4 ദിവസം ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. സംസ്ഥാനത്ത് 2 ദിവസമായി പെയ്യുന്ന കനത്ത മഴയിൽ KCBയുടെ 5 ചെറു ഡാമുകളും ഇറിഗേഷൻ വകുപ്പിന്റെ 14 ഡാമുകളുമാണ് തുറന്നിരിക്കുന്നത്. KCBയുടെ പെരിങ്ങൽകുത്ത്, കല്ലാർ, ലോവർ പെരിയാർ, ഇരട്ടയാർ, കല്ലാർകുട്ടി, മൂഴിയാർ എന്നിവയാണ് തുറന്നിരിക്കുന്നത്. അതിൽ 4 എണ്ണം ഇടുക്കി ജില്ലയിലും 1 എണ്ണം തൃശ്ശൂരിലും മറ്റൊന്ന് പത്തനംതിട്ടയിലുമാണ്. ഇടുക്കി ജില്ലയിലാണ് ഏറ്റവും അധികം ശ്രദ്ധ വെച്ചു പുലർത്തേണ്ട ഒരു മേഖലയും. ഇടുക്കിയിൽ KCBയുടെ 4 ഡാമുകൾ തുറന്നെങ്കിലും ഏറ്റവും വലിയ അണക്കെട്ടായ ഇടുക്കിയിൽ 42.16% മാത്രമേ വെള്ളം നിറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് തുറക്കേണ്ട ഒരു സാഹചര്യമില്ല എന്നാണ് മനസ്സിലാക്കുന്നത്.